ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വണ്ടി സൈഡാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂർഗിലേക്കുള്ള ടൂർ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂർഗ്, മടിക്കേരി, രാജസീറ്റ് അങ്ങനെ പല സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, നല്ല നല്ല കമൻറ്റ് ഇടുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ യാത്ര ഏകദേശം പുറപ്പെട്ട കഴിഞ്ഞ് ഇപ്പോൾ ഇരുട്ടി ആ ഭാഗത്താണ് ഉള്ളത്. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പകുതിയായിട്ടാണ്. ഫുള്ളായിട്ട് എടുക്കുമ്പോൾ വലിയ വീഡിയോ ആവില്ല, അപ്പം ഇങ്ങനെ കുറച്ചായിട്ടുള്ള ഭാഗങ്ങളുള്ളൂ. നമ്മൾ ഇരുട്ടി ഭാഗം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞ് അവിടെ അടുത്ത് നമ്മൾ കൂർഗിലേക്ക് കടക്കാൻ പോകുന്ന പാലത്തിൻ്റെ അവിടെയുള്ള ചുരം കയറാൻ പോകുന്ന അവിടെ നിന്ന് നമ്മൾ ബാക്കി കൂടി കാണിക്കാം. അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. രണ്ട് സൈഡും നല്ല കാടും മലയുമാണ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാകുക. ബാക്കി വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കലാണ്. ഇപ്പം ഏകദേശം നടുക്കെത്തി. ചെറിയ വളവെല്ലാം ഉണ്ട്. നേരത്തെ കുറേ കുരങ്ങന്മാരെല്ലാം കണ്ട്. അന്ന് സംഭവം അവിടെ നിൽക്കുന്നത് അതൊന്നുമില്ല, ഒരു ഇതാണ് ഇന്റർലോക്കാറ്റാണ്. അപ്പം നിങ്ങളിങ്ങനെ പോക്കാം. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. മഴക്കാറായോണ്ടാന്നറിയില്ല. അപ്പം നമ്മൾ ചുരം കയറി ഏകദേശം പകുതി മുക്കാലോളം കയറി. ഇടയ്ക്കിടയ്ക്ക് നല്ല മൂടൽ മഞ്ഞുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. അങ്ങനെ പോകുന്നു. ഉണ്ടാവും മഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നല്ല വ്യക്തി വരുന്നുണ്ട്. ഒന്നും കാണൂല, അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി വരെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇതാ നമുക്ക് കാണാം. നല്ല അടാറ് മഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം കാണാം നമ്മളെ മഞ്ഞ് നോക്കിയ. ഇപ്പൊ നമ്മള് കൊടകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എത്താനായി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇതിന്റെ നമ്മളങ്ങനെ കൂർഗിലെത്തി ഗായ്സ്. കൂർഗില് വലിയ ഹോട്ടലാ. അത് ഹോട്ടൽ കാണിച്ചു കൊടുത്തൊന്ന് തരാം. ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കാണുന്നില്ല. അതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ ടൈമില്ല, ഏകദേശം രാത്രിയാവും വരാൻ. അങ്ങനെ നമ്മള് കൂർഗ് ടൗൺ എത്തി ഗായ്സ്. ഇതാ നല്ല അടിപൊളി സ്ഥലമാണ്. നോക്കിയാ നല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, നല്ല അടിപൊളി വൈബാണ്, തണുപ്പാണ്. കുറച്ചങ്ങോട്ടാണ് നല്ല വെയിലുണ്ടായിരുന്നു. നോക്കിയാ ഇവിടെയുള്ള നമ്മളെ കണ്ണൂരാതിരി വണ്ടികളെല്ലാം കുറവാണ്. അത്യാവശ്യം ചെറിയ ചെറിയ വണ്ടികളുണ്ട്. ഇപ്പോൾ ബ്ലോക്കില്ല, നല്ല സുഖമായിട്ട് പോവാം. അപ്പം അങ്ങനെ ഇങ്ങനെ കുന്നേറിക്കൊണ്ടിരിക്കുക. കൂർഗ് എത്താനയാ. ആ വീഡിയോ ഇടാണ്ട് നോക്കറേ. അങ്ങനെ നമ്മള് രാജ്പേട്ട എത്തട്ടാ. അപ്പൊ ഇവിടുത്തെ പോലീസുകാരെല്ലാം കണ്ട ഫോണും വിളിച്ചോണ്ട് ഫുൾ ടൈം ഫോണിനാ തോന്നി. അങ്ങനെ വണ്ടിയെല്ലാം കുറവാണ്, ബ്ലോക്കൊന്നും ഇല്ല. നല്ല മഴക്കാറുണ്ട്. ഇത് ആക്ച്വലി നല്ല അടിപൊളി ടൗണായിരുന്നു. ബ്ലോക്കും കാര്യമില്ല. കണ്ണൂരെല്ലാം നല്ല നല്ല ബ്ലോക്കാണ്.
വിരാജ്പേട്ടയിലേക്കാ പോന്ന്. ഒന്നും കഴിച്ചില്ല ഗായ്സ്, നല്ല വിശപ്പുണ്ട്. ഇവരുടെയും സൈഡൊന്നും പറ്റിയിട്ടില്ല. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയായി, വലിയ വീതിയൊന്നുമില്ല, ചെറിയ റോഡ്. അപ്പൊ വണ്ടിക്കാര് നമുക്കെല്ലാം നല്ല ബഹുമാനം തരുന്നു കേട്ടോ. നമ്മളെ പ്ലേറ്റ് അടിച്ചാൻ പോകും. ഇങ്ങനെ വെള്ള വെള്ള പോക്കാം. ഫുള്ള് പച്ചക്കറി ആട്ടോ, മാങ്ങ, ഉള്ളി, അലുവ, എല്ലാ സാധനവും ഉണ്ട്. മാങ്ങക്കെല്ലാം ചെറിയ പൈസ ഉള്ളൂന്ന് തോന്നുന്നു. അപ്പൊ ചെരുപ്പിനും വില കുറവാന്ന്. മറ്റേ അച്ചപ്പോ കൊയലപ്പോ എല്ലാ അപ്പം ഉണ്ട്, ഒരു പേടിയില്ല, ധൈര്യമായിട്ട് വരാം. ഇവിടെ കായ്പുള്ളുണ്ട്, കായ്പുള്ള പിന്നെ എടുക്കുന്നു. അപ്പോൾ ഗായ്സ്, ഇത് നമ്മളിപ്പോ ഒരു പാർക്കിൽ ചെറിയൊരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് അവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്ത് തിരിച്ചു പോക്കാന്ന്. നമ്മളെ ഇനി അടുത്ത പരിപാടി വിരാജ്പേട്ടൻ്റെ ഒരു പാർക്കുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അടുത്ത വിശേഷങ്ങൾ അറിയിക്കാം. ഓക്കെ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വിരാജ്പേട്ട ഒരു പാർക്കിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി സൈഡാക്കിയപ്പോൾ നല്ല അടിപൊളി വൈബ് സ്ഥലമുണ്ട് ഇവിടെ. നോക്കിയാ ചുറ്റും മലകൾ, അതിൻ്റെ ഉള്ളിലാണ് ഈ ഫുള്ള് വീടുള്ളത്. എല്ലാം 2 നില 3 നില 1 നില അങ്ങനെയെല്ലാം ഉള്ളത്. അടിപൊളി കേട്ടോ, നല്ല തണുപ്പും മഞ്ഞുണ്ടാ, രക്ഷയില്ല. പിന്നെ കുറേ വണ്ടികളെല്ലാം വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങൊന്നും വരുന്നുണ്ട്. എന്നാലും അത്ര വണ്ടി ഇല്ല, കുറവ് തന്നെയാണ്. അപ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, കുറേ കാറെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് കാറ് പാർക്ക് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഇങ്ങ് കയറുമ്പോൾ തന്നെ ഫുള്ള് ചെവിയാടിയാൽ ഫുള്ള് പ്രശ്നം തന്നെയാണ് കേട്ടോ, ഒരേ ചെവിയാടിയാലോ. അപ്പം അങ്ങനെ മഞ്ഞ് ഇങ്ങനെ വരുന്ന നോക്കിയ കോടമഞ്ഞ് എന്ന് പറയും. നമ്മള് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാ. അടിപൊളി സ്ഥലം, നല്ല തണുപ്പാണ് കേട്ടോ. ഇതാ സ്ഥലം കണ്ട, ഇതാണ് ഇവിടുത്തെ സ്ഥലം. ഫുള്ള് ഇതാ തണുപ്പ്. ഇവിടെ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്, അവിടെ എന്തോ പണിയെടുക്കുന്നത് വണ്ടിക്കാർ. ചെറിയ റോഡുണ്ട് ഇടയ്ക്കിൽ. അപ്പോൾ ഇതാ ഫാക്ടറി ഉണ്ട് ഇവിടെ, ചായൻ്റെ ഫാക്ടറി, ടീ പൗഡർ അതെല്ലാം ഉണ്ടാക്കുന്ന. ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. ഇതെന്തോ ഗാർഡനാന്ന് തോന്നട്ടോ. ഇങ്ങനെ വരും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് പറഞ്ഞാൽ കുറച്ചപ്പുറം കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ മുന്നിലോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ കൂടെ വന്നവരെല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിക്കലാണ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബർക്കൊന്ന് കാണിച്ചു തരാൻ പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ളത്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി വൈബ്. മഴക്കാറൊന്നുമില്ല, ഫുള്ള് മഞ്ഞൻ. ഇവിടെ എപ്പം മഞ്ഞ തന്നെയാണ് നോട്ടാ. നല്ല അടിപൊളി ബിൽഡിംഗ് ഉണ്ട്. കൂടുതൽ വീട് പ്രത്യേക ഒരു രീതിയാണ്, പണ്ടത്തെ ഒരു മോഡലും. കൂടുതൽ അങ്ങനെ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാത്ത ഒരു ഡിസൈനിങ്ങാണ് ഫുള്ള്. കാണുന്നില്ലേ?
ഈ വീടിൻ്റെ എല്ലാ ഡിസൈൻ നോക്കിയാൽ ഇത് രസമാണ്. ഫുള്ള് ചെടികളും മരങ്ങളും എല്ലാം കൊണ്ട് നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം. ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ അപ്പുറം ഉണ്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. പോയി ഫുഡ് കഴിക്കട്ടെ. നമ്മളിപ്പോൾ അടുത്ത് പോകാൻ പോകുന്നത് രാജസീറ്റ് ഗാർഡനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് വെക്കാൻ പോവാം. ഓക്കെ, വാ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് രാജസീറ്റ് ഗാർഡൻ, മടിക്കേരി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, വാ. ഇതാണ് ഗാർഡൻ്റെ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കയറുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇനിയും കുറേ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ നമ്മളുള്ളത് രാജസീറ്റ് മറ്റേ ഗാർഡനിലുള്ളത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫുള്ള് പൂവും തൈകളും രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറി 20 രൂപയേ ഉള്ളൂ. നല്ല അടിപൊളി സ്ഥലം കാണാം. ഇത് എവിടെ വരുന്ന പറഞ്ഞാൽ കൂർഗില് രാജസീറ്റ് ഫോർട്ട് എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമയുണ്ട്. റോസ് അടിപൊളി സ്ഥലമാണ്. ഇത് രക്ഷയില്ല. വന്ന മുതലോ 20 റുപ്യ കയറാനുള്ളൂ. വന്ന പൈസക്ക് മുതലോ കാണാൻ വേണ്ടിയിട്ട്. അത്രക്ക് അടിപൊളി സ്ഥലമാണ്. നഷ്ടാവില്ല കേട്ടാ. ഓക്കെ, അടിപൊളി. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഫുള്ളും മറ്റേ ചെടി, പലതരം ചെടിയുണ്ട്. നമ്മൾ കാണാത്ത പലതരം ചെടിയുണ്ട് ഇവിടെ. പൂവുള്ളതും പൂവില്ലാത്തതും ഓക്കെ, പലതരം കളറിൽ ഓരോ ലൈനും ഓരോരോ കളറാണ്. ഇത് പച്ചയെങ്കിൽ ഇത് ഇളം മഞ്ഞ, അത് ഡാർക്ക് റെഡ്, അങ്ങനെ പലതരം കളറുണ്ട്. അവിടുത്തെ ഞാൻ സൂമാക്കിയിട്ട് കാണിച്ചു തരാം. അവിടെ ചെറിയ ചെറിയ വീടുണ്ട്. അത്യാവശ്യം ഉള്ളോട്ടം കണ്ടാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഫുള്ള് മരങ്ങൾ. ഓ സൂപ്പറാണ്.
അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ കാണുന്നതാണ്. ഇത് വലുതായ നല്ല രസമായിട്ട് വരും. റൗണ്ട് ഷേപ്പിൽ വരുന്ന ചെടിയായത്. ചെറിയ മാൻ്റെ സെറ്റപ്പ്. പിന്നെ അവിടെ കുറേ ഇതുണ്ട്, കുട്ടികൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ആനൻ്റെ ഇതുണ്ട്, ബിംബുണ്ട്. നമ്മളിപ്പം വന്ന ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ ആന. എന്താ ആനയുണ്ട് ഇവിടെ, ആനപ്രതിമ. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. കുറച്ച് നേരത്തെ കാണിച്ചു തന്നില്ല, അതാ മാനിനെ കാണിച്ചു തന്ന്. അതിൻ്റെ ബാക്കിലുണ്ട്. അങ്ങോട്ടെന്തോ ഉണ്ടെന്ന് തോന്നേ. നമ്മ എല്ലാം കാണിച്ചു തരാം ഇവിടെ എന്തെല്ലാം ഉള്ളത്, എന്തെല്ലാം ചെടിയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളത്. ഇതെല്ലാം റോസാപ്പൂവിൻ്റെ ചെടിയാട്ടോ. ഇവിടെ ക്ലീനിങ് ആക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് അവിടെ ഇരിക്കുന്നത്. അവരാണ് ഈ ക്ലീൻ ആക്കുന്നത്. അവരാടി ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയല. നമ്മളെ നാട്ടിലെ കുടുംബശ്രീക്കാരെ പോലെ കാണുന്നില്ലേ, ഇതേ ഒരു പരിപാടി, ഫോം വിളിക്കല്. അതുപോലെ തന്നെ ആടിയുണ്ട് ഒരാളിരിക്കുന്നത്. പണിയെടുക്കാണ്ട് പൈസ വാങ്ങുന്ന പരിപാടി ഇത്. നമ്മളെ ആനൻ്റെ ഫ്രണ്ടിലെത്തിയ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൂർഗിൽ രാജസീറ്റ് ഫോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. വന്നാൽ എന്തായാലും മുതലാവും, അത്രക്ക് അടിപൊളി സ്ഥലം. ഈ വീഡിയോയിൽ തള്ളുന്നല്ല, ചില വീഡിയോയിൽ കാണാം അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്നത്. നമ്മളങ്ങനെ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് നഷ്ടാവില്ല. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞ്, കോടമഞ്ഞ്, അത് നിങ്ങൾക്ക് ആസ്വദിക്കാം ഇവിടെ വന്നാൽ. ഞാൻ പറയുന്ന വാക്ക് വെറുതെ ആവില്ല, എന്തായാലും മുതലാവും. ഇപ്പം വരണം. ഓക്കെ, നല്ല ഷൈപ്പിൽ മുറിച്ചിട്ട് നോക്കി. ഇത് രാത്രി കത്തുന്ന തോന്നുന്നു കേട്ടോ. വാട്ടർ പൈപ്പും കാര്യമെല്ലാം ഇവിടെ കാണുന്നു. ഇത് എക്സിറ്റ് പോകുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഐ ലവ് യു രാജസീറ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് അവിടുത്തെ ഒരു സിഗ്നലിനെ പറ്റി ഒരു ബിൽഡിങ്ങാണുള്ളത്. നമ്മളാൾക്കാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കലാന്ന്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നെക്സ്റ്റ് രാവിലെ ഇവിടെ വന്നാൽ നല്ല പലതരം ചെടികളും പൂക്കളും മരങ്ങളും വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കണ്ട. ഇതാ ആനൻ്റെ ഷേപ്പിൽ മുറിച്ചിട്ട് നോക്കിയ ചെടി. ഇതെല്ലാം ഒരു കൈവന്യാന്നല്ലേ ഇങ്ങനെയെല്ലാം മുറിക്കണമെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ആനൻ്റെ ഷേപ്പ്. ഇവിടെയുണ്ട് രക്ഷയില്ലട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗായ്സ്. ബൈ ബൈ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കാവേരി നദീൻ്റെ ഭാഗമായിട്ടൊരു ഇതുണ്ട്, പാർക്ക്, നിസ്സർഗ ഡാമാന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക്
പങ്കുവെക്കാം. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ല റാഹത്തായിട്ട് അടുത്ത നിസർഗ ഡാമിലേക്ക് നമ്മൾ പോകും. അവിടെ എത്താനായിട്ട് കുറച്ച് ഓടാനുണ്ട്. അങ്ങനെ നമ്മ കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് ചായയും കുറച്ച് എന്തെങ്കിലും സാധനങ്ങളും വാങ്ങാമെന്ന് വിചാരിച്ച അവിടെ ഒരു കടയുണ്ട്. അങ്ങനെ അവിടെയും കയറി. അപ്പോൾ അരുവികളെല്ലാം പോകുന്ന സ്ഥലമാണ്, നല്ല മനോഹരമായിട്ടുള്ള. അവിടെ നിന്ന് കുറച്ച് വിസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നല്ല അവിടെ നിന്ന് വിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. അടുത്ത നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിളിലേക്ക്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലെത്തി. അവിടുത്തെ കാഴ്ചകളീ കാണുന്നത് കുറേ ടൂറിസ്റ്റുകാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ബുദ്ധന്മാരെ മെയിൻ ആരാധിക്കുന്ന സ്ഥലമായത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പോവാം. അമ്മ അത് പെയിന്റ് ആയിരിക്കും. അതല്ല സ്വർണ്ണം, അതിന്റെ ഉള്ളിലാ സ്വർണ്ണം. അപ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഗോൾഡായത്. ഈ കാണുന്നതാണ് സ്വർണം പൂശിയ അവരാരാധിക്കുന്ന ദൈവങ്ങൾ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വരുന്ന സ്ഥലം. അപ്പോൾ കുറച്ചൊക്കെ കാണാൻ വേണ്ടി ഉണ്ട് സ്ഥലം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കാണുന്നൊരു ഈ കള്ളിയുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ളതാണ് നല്ല ഒരു വെള്ളത്തിനെ കൊണ്ട് നിർമ്മിച്ച ഒരു ഇത് സാധനം ഇത്. അപ്പോൾ അടുത്ത വീഡിയോ അതിൽ കാണാം. അടുത്ത ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കാവേരി നിസർഗ ഡാമാന്ന് പറയും. അവിടത്തേക്ക് അടുത്ത ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷനിലിട്ട് ഇങ്ങനെ പോവുകയാണ്. അത്യാവശ്യം വണ്ടിയുണ്ട്. നമ്മൾ സൺഡേ പ്ലാൻ ഇട്ടതാണ്. അപ്പോൾ വണ്ടിയെല്ലാം കുറവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കാവേരിയിലെത്തി. ഇപ്പോൾ അവിടെ ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ കാവേരീൻ്റെ എൻട്രൻസിലോട്ട് ഇങ്ങനെ പോക്കാന്ന്. ഇതാണ് തൂക്കുപാലം. അപ്പോൾ അങ്ങനെ തൂക്കുപാലത്തിലോട്ട് ഇങ്ങനെ നടന്ന് നമ്മളെല്ലാവരും ഏകദേശം തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി. കുറച്ചാൾക്ക് പേടിയുണ്ടായിന്. അപ്പോൾ നമ്മളങ്ങനെ കോമഡിയിലാക്കി അങ്ങനെ ചിരിച്ചടിച്ച് അവിടെ നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. നടന്നിട്ടുള്ള കാഴ്ചയാണ്. ഇങ്ങനെ നടത്താമെന്ന് പ്ലാന്. അങ്ങനെ നമ്മൾ ഏകദേശം നടുക്കെത്തി. നല്ല അന്തരീക്ഷം, നല്ല ഫുള്ള് പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് നല്ല തണുപ്പാണ്. അവിടെ ഇതേ കാണാനുള്ളൂ. പിന്നെ അവിടെ ഒരു മാനിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. കുറച്ച് മുന്നോട്ടാന്ന്, എത്താനായില്ല. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കുറച്ച് ലാസ്റ്റ് തൊട്ടാണ്.
പിന്നെ തിരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമുള്ളത്. അപ്പോൾ ഈ കാണുന്നത് പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പ്രതിമയാണ്. കാണുന്ന ഒരു സർക്കിളിലുള്ളത് കുറേ ആൾക്കാർ പ്രതിമകൾ, പലതരം പ്രതിമകളുണ്ട്. പലതരം മോഡലിലാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി, ഒരു രക്ഷയില്ല. ഇത് ഉണ്ടാക്കിയതെന്ന് സമ്മതിക്കണം. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പണ്ടത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ. ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ചിത്രം. ഇത് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സ്ഥലമാണ്. പണ്ടത്തെ കാലത്തെയാണത്. അതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ഒപ്പന കളീൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക്. ഇത് പണ്ടത്തെ സ്റ്റൈൽ ഒപ്പനയാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുതിയ പിള്ളേർക്കൊന്നും ഇതറിയില്ല, അവന് വേണ്ടി നിർമ്മിച്ചതായിരിക്കാം കാണാൻ വേണ്ടി. അപ്പോൾ അടുത്ത് കാണുന്നത് നമ്മളെ ഏർമാടം. ഏർമാടം നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ചില്ലൻ്റെ മുകളിലുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് കയറി നോക്കുമ്പോൾ ഏകദേശം ചെറിയൊരു ആട്ടെല്ലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലങ്ങ് കയറാൻ നിന്നിട്ടില്ല. പകുതി വരെ അങ്ങ് നാനും നൗവാനൊന്ന് കയറി നോക്കി. സ്റ്റെപ്പെല്ലാം ഏകദേശം ഒന്ന് ചെറിയൊരാട്ടമുണ്ട്. പിന്നെ കൂടുതൽ ഇറങ്ങാൻ നിന്നില്ല, വേഗം ഇറങ്ങി അജുവതം കയറി. അപ്പോൾ നാനിങ്ങ് ഇറങ്ങി. പൊട്ടി വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി, എനിക്ക് പേടിയാന്ന്. അപ്പോൾ നാനിങ്ങ് വേഗം എൻ്റെ തടിയും വിതപ്പി നാനിങ്ങോട്ടേക്ക് വന്ന്. അപ്പം അങ്ങനെ അജുവത അതിൻ്റെ മുകളിലുള്ള ഞാൻ പറഞ്ഞ് ഇറങ്ങി വീണ് പോകുന്ന പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞു. നേരെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള മാനുണ്ട്, അത് നമുക്ക് കാണാം. ഇതാണ് അവിടുത്തെ കസ്തൂരി മാന്. ഇവിടെ കാണാൻ വേണ്ടി ആകെയുള്ളത് ഇതേ ഉള്ളൂ. പിന്നെ ഫുള്ള് കാട്, അതിൻ്റെ തണുപ്പ്, പിന്നെ ചെറിയ പുഴ പോലത്തെ ഉണ്ട്, അതും കാണാം. അത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടി. പക്ഷെ നല്ലൊരു രസമാണ് ഇവിടെ വന്നാൽ. അതിൻ്റെ ഫീൽ ഇവിടെ വന്നാൽ തന്നെ തിരിയും. അപ്പോൾ നമ്മളങ്ങനെ മാൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് ഇങ്ങനെ സമയം ചിലവഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ വിട്ട്. ഇനി കുറേ നടക്കാനില്ല, കുറേ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇനി അതേ ദൂരമുണ്ട് തിരിച്ച് അങ്ങോട്ടേക്കും പോകണമെങ്കിൽ. അപ്പോൾ അവരെല്ലാം കുറച്ച് അങ്ങോട്ടെത്തി. ഞാനൊന്ന് നമ്മളെ സബ്സ്ക്രൈബർ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് സ്ഥലങ്ങളും കാണുന്ന എല്ലാ അനുഭവങ്ങളും പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് നാം മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോക്കാന്ന്. അവരെല്ലാം അങ്ങെത്തി. അവർ ഇങ്ങനെ ഒറ്റ നടത്താന്ന്, ഒന്ന് കാണാൻ വേണ്ടി ഒന്നുമില്ലല്ലോ. അപ്പോൾ വലിയ നെറ്റാ കെട്ടിയിട്ടുണ്ടായ, അത്രക്കും വലുതാക്കും. ഇഷ്ടം പോലെ മാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ ഉള്ളിലെ മരങ്ങൾ കാണുന്നില്ല, നല്ല രസമുണ്ട്.